പുണ്യനബിയുടെ തിരുകേശം തീയിലിട്ട് കത്തിക്കാൻ പറയുന്ന ചേളാരി സെക്രട്ടറിയുടെ ധിക്കാരം ഒന്ന് കേൾക്കൂ. പുണ്യനബിന്റെ ആ മുടി തീയിലിട്ടിട്ട് യാതൊരു കേടുമില്ലെങ്കിൽ അതിന് വല്ല രാസവളങ്ങളും വളമൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ കറക്റ്റായിട്ട് കഴിയേണ്ട ശേഷമാണെങ്കിൽ അത് അടുപ്പിൽക്ക് നല്ല ചിരട്ടക്കാളും ഉണ്ടാക്കിയിട്ട് അയക്കാണ്ടിടുക. എന്നിട്ട് യാതൊരു കേടുവയിനില്ലെങ്കിൽ ഈ അടിസ്ഥാന പ്രകാരം തങ്ങളതായതുകൊണ്ട് തന്നെയാണ് കത്താക്കുന്നത്. ഇനി അങ്ങനെ സംഭവിച്ചെന്ന് വെക്കുക, അതുകൊണ്ട് നിങ്ങൾ വലിയ കൂട്ടരാണ് എന്ന് ഞങ്ങൾക്ക് സംഭവിക്കില്ല. നമ്മൾ എന്തിനായി UDF LDF പോലെയാകുന്നു? UDF പറയുന്നതിനൊക്കെ LDF എതിര് പറയും, LDF പറയുന്നതൊക്കെ UDF കരിമണൽ ഖനനം വേണ്ടെന്ന് പറഞ്ഞാൽ പറയും, LDF പറയുന്ന കരിമണൽ ഖനനം വേണ്ട. ആദ്യം ആരങ്ങനെ പറഞ്ഞാൽ ഇനി നേരെ എതിര് പറയാന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ രീതി. അതുപോലെ മതമാകണം. ഒരു ഭാഗം പറഞ്ഞാൽ നേരെ എതിര് പറഞ്ഞാലേ മറ്റൊരു ഭാഗത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് വേണോ? ഇത് ഹബീബിന്റെ കാര്യത്തിലാ, ഇത് മുഹമ്മദ് നബിയുടെ കാര്യത്തിലാ. ഈ വിഷയത്തിൽ തർക്കം വേണ്ടായിരുന്നു. ഇനി അങ്ങനെ സംഭവിച്ചെന്ന് വെക്കുക, അതുകൊണ്ട് നിങ്ങൾ വലിയ കൂട്ടരാണ് എന്ന് ഞങ്ങൾക്ക് സംഭവിക്കില്ല. ഓ സെക്രട്ടറി, താങ്കൾക്കോ പുണ്യനബിയുടെ ഏത് മുടിയാണ് കത്തിക്കേണ്ടതോ സനദോടുകൂടി അമ്പലക്കടവ് മൗലവി പറയുന്നത് കേൾക്കൂ. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ആദരണീയനായ റസൂലുള്ളാഹിന്റെ മുടി ലോകത്തുണ്ട്. അതിന് ബറക്കത്തുണ്ട്, അതിന് പുണ്യമുണ്ട്, അതിന് മഹത്വമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ വെല്ലൂരിലുണ്ട്, തമിഴ്നാട്ടിലൊരു മുടിയുണ്ട്, അതിന് സനത്തുണ്ട്, പരമ്പരയുണ്ട്. ആ മുടി എവിടെ നിന്ന് കിട്ടി? കശ്മീർ ഹസരത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ചിട്ടുണ്ട്, അതിന് പരമ്പരയുണ്ട്, തങ്ങൾ വരെ എത്തിച്ചേർന്ന പരമ്പരയുണ്ട്. അബൂദാബിയിൽ ഹസ്രജി കുടുംബത്തിന്റെ കയ്യിൽ ആ മുടിയുണ്ട്. അതുപോലെ സുഡാനിൽ മുടിയുണ്ട്. ലോകത്ത് അറിയപ്പെട്ട സ്ഥലങ്ങളിൽ ഈ 14 നൂറ്റാണ്ടുകാലം കൃത്യമായ സനത് പരമ്പര സഹിതം കൈമാറിപ്പോന്ന് സൂക്ഷിച്ചു വരുന്ന, ഭദ്രമായി സൂക്ഷിച്ചു വരുന്ന ആ മുടിയുണ്ടെന്ന് മാത്രമല്ല, റബീഉൽ അവ്വലൊക്കെ ആ മുടി പുറത്തേക്കെടുത്ത് വെള്ളത്തിൽ മുക്കി ആ വെള്ളം തബറുക്കിന് വേണ്ടി ആളുകൾ വ്യാപക വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. പുണ്യനബിന്റെ ആ മുടി തീയിലിട്ടിട്ട് യാതൊരു കേടുമില്ലെങ്കിൽ അതിന് വല്ല രാസവളങ്ങളും വളമൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ കറക്റ്റായിട്ട് കഴിയേണ്ട ശേഷമാണെങ്കിൽ അത് അടുപ്പിൽക്ക് നല്ല ചിരട്ടക്കാളും ഉണ്ടാക്കിയിട്ട് അയക്കാണ്ടിടുക. എന്നിട്ട് യാതൊരു കേടുവയിനില്ലെങ്കിൽ ഈ അടിസ്ഥാന പ്രകാരം തങ്ങളതായതുകൊണ്ട് തന്നെയാണ് കത്താക്കുന്നത്. ഇനിയും അമ്പലക്കടവ് മൗലവി സനതുള്ള മുടികൾ എണ്ണുന്നത് കാണൂ. സ്വഹീഹായ നിലയിൽ ലോകത്തെ പ്രശസ്തമായ പല കേന്ദ്രങ്ങളിലും ആ വിശുദ്ധ മുടികൾ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ തമിഴ്നാട്ടിൽ വെല്ലൂരിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ വിശുദ്ധമായ ഒരു മുടി സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നത് ലോകത്തറിയപ്പെട്ട വാർത്തയാണ്. വളരെ ഭദ്രമായി ശക്തമായ ബന്ദോബസ്തോടുകൂടി സൂക്ഷിക്കപ്പെട്ട ആ മുടി വർഷത്തിൽ ഒരു തവണ റബീഉൽ അവ്വൽ 12 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസം മാത്രം പോലീസ് ബന്ദോബസ്തോടുകൂടി പുറത്തെടുത്ത് പുറത്തുള്ളൊരു വലിയ ചെമ്പിൽ ആ മുടിയൊന്ന് മുക്കി അതങ്ങനെ തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന ഈ മുടിയിട്ട വെള്ളം ജനങ്ങൾ ബറക്കത്തിന് കൊണ്ടുപോകുന്ന സംവിധാനം അറിയപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് പോലും ആ വെള്ളം സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ റബീഉൽ അവ്വൽ 12 വെല്ലൂരിൽ പോകാറുണ്ട്. ഇന്ത്യയിലെ കശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ തിരുമുടി സൂക്ഷിച്ച ആ വിശുദ്ധമായ പള്ളി അറിയപ്പെട്ടതാണ്, അനിഷേധ്യമായ പരമാർത്ഥമാണ്. സുഡാനിൽ ഈ മുടി ആധികാരികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രേഖകളിൽ കാണുന്നു. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്രജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, UAE മന്ത്രി. അദ്ദേഹം ഹസ്രജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അത്